മനുസ്മൃതി എന്നും അറിയപ്പെടുന്ന മനുസംഹിത പുരാതന ഇന്ത്യയിലെ ഒരു പ്രധാന നിയമഗ്രന്ഥമാണ്. ഇതിനെ ഹിന്ദുമതത്തിലെ ധർമ്മശാസ്ത്ര നിയമങ്ങളുടെ ഒരു സമാഹാരമായി കണക്കാക്കുന്നു. പ്രധാനമായും ധർമ്മത്തെക്കുറിച്ചുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഇതിൽ വിശദീകരിക്കുന്നു. മനുസംഹിതയുടെ പ്രധാന സവിശേഷതകൾ. ഉറവിടം. ഈ ഗ്രന്ഥം മനു എന്ന പുരാണ കഥാപാത്രത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. മനു ഹിന്ദുപുരാണമനുസരിച്ച് ആദ്യത്തെ മനുഷ്യനും നിയമനിർമ്മാതാവുമാണ്. നിയമങ്ങളും ചട്ടങ്ങളും. സമൂഹത്തിലെ ഓരോ വിഭാഗത്തിനും ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ ബാധകമായ നിയമങ്ങൾ, വ്യക്തിപരമായ പെരുമാറ്റം, വിവാഹം, സ്വത്തവകാശം, നീതിന്യായ വ്യവസ്ഥ, രാജധർമ്മം തുടങ്ങിയ വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. പ്രധാന ഭാഗങ്ങൾ. ഇതിന് ഏകദേശം 2684 ശ്ലോകങ്ങളുണ്ട്. സമൂഹത്തിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങൾ ഇതിൽ വിശദമായി പ്രതിപാദിക്കുന്നു. വിമർശനങ്ങൾ. ഈ ഗ്രന്ഥത്തിന് കാലങ്ങളായി നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജാതിവ്യവസ്ഥയെയും സാമൂഹിക അസമത്വങ്ങളെയും ഇത് ന്യായീകരിക്കുന്നുവെന്ന് പലരും വിമർശിക്കുന്നു. പുരാതന ഇന്ത്യയിലെ സാമൂഹിക നിയമവ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മനുസംഹിത. എങ്കിലും അതിലെ പല ആശയങ്ങളും ആധുനിക സാമൂഹിക നീതിക്ക് വിരുദ്ധമാണെന്ന് കണക്കാക്കപ്പെടുന്നു.